ഹലോ ഹായ് ഞാൻ ഷമീർ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടാണ് കേട്ടോ. കണ്ണൂരിലുള്ള പഴയങ്ങാടി മുട്ടത്തുള്ള വീടാണ്. വീട്ടിൽ ചെറിയൊരു പരിപാടി വെച്ചാൽ എൻ്റെ പെങ്ങളെ മോൻ്റെ വൈഫ് ഹൗസിൽ നിന്ന് ആൾക്കാർ വന്നു. അപ്പോൾ കല്യാണം ഇങ്ങനെ കുറച്ചായി. അപ്പോൾ വരുന്നതുകൊണ്ട് ഫുഡ് പ്രിപ്പറേഷനൊക്കെയാണ്. പ്രിപ്പറേഷൻ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ ഞാൻ ഒരുപാട് ഐറ്റം ഉണ്ടാക്കി, 10-25 ഐറ്റം ഉണ്ട്. എല്ലാത്തിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നത് എടുത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് പോയതിന് ശേഷം എല്ലാം കുറേ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട് കേട്ടോ. ടേബിളിലെല്ലാം സ്പ്രെഡ് അങ്ങനെ നിറച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെസേർട്സും ഉണ്ട്. ആ ഡെസേർട്സും കാണാം. ഇവിടെ കന്നഡ തന്നെ എന്താ തിരിയതാ ഇതാ തിരിയടാ. ഇവിടെ നോക്ക്, അനിയ മൂസർ, ഇത് ഏട്ടൻ്റെ മോളെ ഹസ്ബൻഡ്. ഇത് മലയാളം തളിപ്പുറത്ത് MRI കണ്ടിട്ട് നോക്കാം. കുറച്ച് വീഡിയോസ് ഉണ്ടാക്കുന്നത് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചിക്കൻ സ്ക്വയർ ആണ്. ഇതും നല്ല വൺ ഓഫ് ദ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ആ സ്ക്വയർ നല്ല മസാലയൊക്കെ തേച്ച് തലേന്നേ ഈ സാധനങ്ങളൊക്കെ തലേന്നേ മാരിനേറ്റ് ചെയ്ത് സ്ക്വയറിൽ കയറ്റിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബീഫ്, നമ്മുടെ കണ്ണൂർ ബീഫൊക്കെ ചെയ്തത് വിറകടുപ്പിലാണ്. കണ്ടോ, അത് ആ ഒരു ട്രഡീഷണൽ ആ ഒരു നമ്മുടെ എന്താ പറയുക ചെമ്പിലൊക്കെ ചെയ്ത പോലെ ഉരുളിയിൽ വിറകടുപ്പിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ വിറകടുപ്പിൽ തന്നെ കുറേ സമയം സ്ലോലി കുക്ക് ചെയ്തിട്ട് അടിച്ചെടുത്ത് ഉണ്ടാക്കിയ സാധനമാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുന്നത് മാംഗോ സാലഡാണ്. ആ മാംഗോ സാലഡിനുള്ള അച്ചാറല്ല, ഒരു സാലഡ് തന്നെയാണ്. ആ സാലഡിനുള്ള പ്രിപ്പറേഷൻ ഇത് ചെയ്ത് ഇതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല കേട്ടോ. മറ്റതിൻ്റെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെത് ഞാൻ ഇട്ടിട്ടില്ല. ഇത് നല്ല അടിപൊളി സാധനമാണ്, സിമ്പിളാണ്. നല്ലൊരു ആ മാങ്ങയുടെ ആ പഴുപ്പ് കണ്ടില്ല, ആ ഏകദേശം ആ ഒരു പഴുപ്പുള്ള സാധനമാണ് ഇതിന് യൂസ് ചെയ്തത്. ഇത് നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് നല്ല അപ്പക്കായ് മാങ്ങ എന്ന് പറയുന്ന സാധനമില്ലേ, ആ അപ്പക്കായ് മാങ്ങ കേട്ടോ ഇതിന് ഉപയോഗിച്ച. അപ്പോൾ അതിലുള്ള ഒരു മധുരവും ഇതിൻ്റെ ബാക്കിയുള്ള എരിവും പുളിയും ഒക്കെ സാധനങ്ങൾ നമ്മുടെ ഈ ഒരു മാംഗോ സാലഡിൽ കിട്ടും. ഇത് ഉണ്ടാക്കിയതിന് ശേഷം തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ടാണ് അടുത്ത ദിവസം, ഇത് തലേന്ന് ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം ഉപയോഗിച്ചത്. പിന്നെ ഈ കാണുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് ഞാൻ മുമ്പ് ചെയ്തത് ഒരു കപ്പിലാണ് ചെയ്തത്. അതിന് പകരം ഇത് ചെറിയ ഓരോരാൾക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇതിൽ ആക്കിയിട്ടെടുത്തു. അതും ഗ്രീൻ ആപ്പിൾ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്തെടുത്ത സാധനം. ഇത് നമ്മൾ ആ ഉണ്ടാക്കിയ സ്ക്വയറാണ് കേട്ടോ. അത് അടുത്ത ദിവസം നമ്മൾ ഈ പാർട്ടിയിൽ നടക്കുന്ന ദിവസം കുക്ക് ചെയ്ത് എടുക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് കാണാം. അൽസയാണ് കേട്ടോ ഇത്. അൽസ ഉണ്ടാക്കിയത് ചിക്കനിലാണ്. ഇത് നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് സാലഡാണ്, നല്ല അടിപൊളി സാലഡാണ്. എല്ലാ ഓൾ പെപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങളിപ്പോൾ കണ്ട ആ മാംഗോ കേട്ടോ, മാംഗോ സാലഡ്. പിന്നെ തൊട്ടിപ്പുറത്തുള്ള ഹമൂസും അതുപോലെ തന്നെ ഫത്തൂഷും, വേറെ ഒന്നുമില്ല, ഹമൂസും ഫത്തൂഷുമാണ് രണ്ട് സൈഡും. പിന്നെ ഇതും ഹമൂസും ഫത്തൂഷാണ്. പിന്നെ തൊട്ടപ്പുറം ആ ലെഫ്റ്റിൽ റൈസിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കാണുന്ന സ്ക്വിഡിൻ്റെ സാലഡാണ്. പിന്നെ ഇത് മട്ടൻ ബിരിയാണി, അതിൻ്റെ മസാല വേറെ റൈസ് വേറെ. പിന്നെ നമ്മളെ നാട്ടിൽ പറയുന്ന പോലെ ആണപ്പത്തിൽ, ചിലയിടത്ത് കുഞ്ഞിപ്പത്തിരി ഇങ്ങനെയൊക്കെ പറയും. പിന്നെ പോത്തുംകാല്, പിന്നെ പോത്തുംകാലിൻ്റെ തൊട്ട് ഇപ്പുറമുള്ള ആ വൈറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സ്റ്റാർട്ടറാണ്. ഞാനിത് റെസിപ്പി ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ലോലിപോപ്പ്, ഇതൊക്കെ ഞാൻ ചെയ്താൽ കേട്ടോ. ഇത് നമ്മളെ കണ്ണൂർ ബീഫ്, അതിൽ 3-4 ഐറ്റം വേറെ ആളെ കൊണ്ട് ചെയ്തു. ഇത് മുഴുവൻ കോഴി, ഇതും നമ്മളെ കണ്ണൂർ ബീഫ്. ഇത് പിന്നെ ചെമ്മീൻ സ്ക്വയറിൽ കയറ്റി, ഇത് എൻ്റെ പെങ്ങളെ മോള് ചെയ്തതാണ്, അവളുടെ മാരിനേഷൻ കൊണ്ടുവന്നതാണ്. ഇതാ ഈ ഗ്രീൻ ചിക്കണ്, അതേപോലെ തന്നെ ബിരിയാണി, അൽസ, പിന്നെ മീൻ പൊള്ളിച്ചത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. ചിക്കൻ സ്ക്വയർ ഇതാ. പിന്നെ ഈ കാണുന്നതാണ് പിന്നെ ബാസ ഫിഷിൽ ഉള്ള ഒരു ടൈപ്പ് ഓഫ് റെസിപ്പി, അടിപൊളി സാധനമാണ്. ഇത് 2 വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മീൻ പൊള്ളിച്ചത്, ഈ ഫോയിലിൽ കാണുന്നത്. ഈ 4 ഐറ്റമാണ് നമ്മൾ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ ഇത് പോത്തുംകാല്, ഇതും ബാസ ഫിഷിലുള്ള സാധനം. ഇത് മീൻ മുളക് അറിയാം, തലേന്ന് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സാധനം. ഇത് മട്ടൻ കറി, ഇതും ബാസ ഫിഷ് ഞാൻ പറഞ്ഞില്ല 2 ടൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. ഇത് നമ്മളെ മട്ടൻ സൂപ്പ്. പിന്നെ ഇതും നേരത്തെ സാധനം. പിന്നെ ഗീ റൈസ്, പൂപ്പത്തിരി,
അപ്പം, മുട്ട സിർക്ക ഇങ്ങനെയൊക്കെ ഐറ്റം ഉണ്ട് കേട്ടോ. ഒന്നും ഇങ്ങോട്ടേക്ക് നിൽക്കുക, എനിക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ. എല്ലാം കൂടെ കഴിക്കുന്നു മനുഷ്യർ കഴിക്കാൻ പറ്റുന്ന ആണോ കഴിക്കാത്ത എല്ലാവരും കഴിച്ചു. ഫുഡ് റിവ്യൂ. ചിക്കൻ ഇങ്ങനെ കഴിക്കണം കേട്ടോ. കോലെടുക്കണം കഴിച്ചാൽ കോല് തൊണ്ടയ്ക്ക്. അപ്പോൾ ഒരു ഇതെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഓൾമോസ്റ്റ് ഒരു 80 പേരുടെ ഫുഡ് ചെയ്തിരുന്നു നമ്മളവിടെ. ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ടത് ബട്ടർ സ്കോച്ചാണ് കേട്ടോ. നമുക്ക് ആ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ആ റെസിപ്പിൻ്റെ ഇതിലില്ല. ആ റെസിപ്പിയുടെ ഇത് പ്ലേ ലിസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ ഈ റെഡിൽ കണ്ടത് സ്ട്രോബെറി പാനക്കോട്ടയാണ്. പിന്നെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ്, അതുപോലെ തന്നെ വേറെ വൈറ്റ് ചോക്ലേറ്റുള്ള ഒരു പുഡിങ്, ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പുഡിങ് സെർവ് ചെയ്തത് ഒരു 300ഓളം വർഷം പഴക്കമുള്ള, നമ്മൾ തറവാട്ടിൽ നിന്ന് എടുത്താണ്. അത്രയും പഴക്കമുള്ള ഒരു പത്തായത്തിൻ്റെ മുകളിലാണ് ഈ പുഡിങ്ങൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ പരമാവധി എല്ലാ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ്. അപ്പോൾ ഇത് വീട്ടിൽ നടന്ന ചെറിയൊരു പരിപാടി. ശരിക്കും ആക്ച്വലി വ്ളോഗ് എടുക്കണമെന്നൊന്നും ഉദ്ദേശം ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് എടുത്തോ വെറുതെ മിസ്സാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. നമ്മൾ അനൂഷ് ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളെല്ലാ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും വീടിന് ഞാൻ ബൈ പറയുകയാണ്. സീ യു അഗെയിൻ.